SIR നീട്ടിവെക്കണമെന്ന് രത്തൻ കേൽക്കർ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം പറഞ്ഞ് കത്ത് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം. സർവകക്ഷി യോഗത്തിൽ ഈ ആവശ്യം ഉയർന്നിരുന്നു. നടപടികൾക്ക് സാവകാശം വേണം എന്നാണ് രത്തൻ കേൽക്കർ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട വാർത്തയാണ്. മനീഷ് മഹിപാല വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, എന്താണ് പെട്ടെന്ന് നടപ്പാക്കിയ ബീഹാറിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആവില്ലേ രത്തൻ കേൽക്കർ ഇതിനുള്ള മതിയായ സമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്? ഹാഷ്മി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഓഫീസർക്ക് കത്ത് കൈമാറിയ സാഹചര്യം നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നതിൽ ഇത്തരത്തിലുള്ള ആവശ്യം ഉയർന്നിരുന്നു. കാരണം കേരളത്തിൽ അടുത്ത 3 മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, 8 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. സ്വാഭാവികമായി തന്നെ SIRന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തന്നെ 4-5 മാസങ്ങൾ വേണം. ആദ്യം അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം അതിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് അടക്കം പരിശീലനം നൽകണം. അതിനുശേഷം അതിന്റെ വിജ്ഞാപനം ഇറക്കിയാൽ, കരട് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ, കരട് പട്ടിക മേലുള്ള പരാതികൾ, അതിന്റെ കോടതി വ്യവഹാരങ്ങൾ, അതിന്മേൽ പൂർണ്ണമായ ഒരു വിജ്ഞാപനം പുറത്തിറക്കി അതുകൂടി പരിഹരിച്ചിറക്കുമ്പോഴുള്ള സമയം, അതിനിടയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ വിഷയം സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ ബീഹാർ ഒരു നേരത്തെ തന്നെ അത്തരത്തിൽ വിവാദ വിഷയമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കുറച്ചുകൂടി സാവകാശം വേണം. കാരണം ഇത്തരത്തിൽ 4 മാസം എന്ന നടപടിക്രമങ്ങൾക്കിടയിൽ ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരിക. ഒപ്പം തന്നെ അടുത്ത വർഷം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് അടക്കമുള്ള മറ്റ് 5 സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭ അവിടെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് മാത്രം എന്തിനാണ് ധൃതി പിടിച്ച് SIR നടപ്പിലാക്കേണ്ടത്? മറ്റ് സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സാവകാശം നിലവിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഈ രീതിയിൽ ഉള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടായ അഭിപ്രായം എന്ന രീതിയിൽ ഒപ്പം തന്നെ സാവകാശ നടപടിക്രമങ്ങളിൽ സാങ്കേതികമായി വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രീതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് സാവകാശം വേണം, അത് ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിന്മേൽ ഇനി എന്തായിരിക്കും കേന്ദ്രം എടുക്കുന്ന തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും സംസ്ഥാനത്തെ ഗ്രൗണ്ട് രാഷ്ട്രീയാവസ്ഥ അല്ലെങ്കിൽ ഗ്രൗണ്ട് അവസ്ഥ എന്താണ് എന്ന് രത്തൻ കേൽക്കർ കേന്ദ്രത്തോട് പറയുകയാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇലക്ഷൻ തൊട്ട് മുമ്പ് എടുകുടുക്കെ ചോറും കറിയും എന്ന് പറയും മട്ടിൽ SIR നടപ്പാക്കാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. അതുകൂടി ഒരുപക്ഷെ രത്തൻ കേൽക്കർ ആ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ഉണ്ടാകാം. കേരളത്തിലെ പൊതു രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും അതുതന്നെയാണ്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.